പലരും കാടുകൾ തേടി പോകുന്നത് അവിടുത്തെ വന്യമൃഗങ്ങളെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും. എന്നാൽ ചില കാടുകളുണ്ട് നമ്മളെ തന്നെ മറക്കാൻ പഠിപ്പിക്കുന്ന ചില കാടുകൾ. അങ്ങനെ ഒരു യാത്രയാണ് ഇന്ന്. മധ്യ കേരളത്തിൻ്റെ പച്ചപ്പിലൂടെ ചാലക്കുടി പുഴയുടെ സംഗീതമൊക്കെ കേട്ട് കേരളത്തിൻ്റെ, എന്തിനു പറയുന്നു, ഇന്ത്യയുടെ തന്നെ നയഗ്ര എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. 60 രൂപയുടെ ഒരു ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് പോയത്. നമ്മൾ ആ കൂറ്റൻ മരങ്ങളുടെ ഇടയിൽ കൂടെ കല്ലിട്ടൊരു പാതയുണ്ട്, അതിൽ കൂടെയാണ് നടന്നു വരുന്നത്. അവിടെ എത്തുമ്പോഴത്തേക്കും ഒരു ഇരുമ്പൽ ശബ്ദം കേൾക്കാട്ടോ. മഴക്കാലത്താണ് ഇവിടെ കാണാൻ ഏറ്റവും മനോഹരം. വെള്ളമൊക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് വെള്ളച്ചാട്ടം അങ്ങ് ദൂരെ കാണാം. കൂടെ ഇങ്ങനെ കുറച്ച് കൂട്ടുകാരും ഉണ്ടാവും. അവർ കയ്യിലുള്ള സാധനങ്ങൾ തട്ടിപ്പറിക്കാണ്ടൊന്ന് സൂക്ഷിക്കണം കേട്ടോ. നല്ല ഒഴുക്കുണ്ടായിരുന്നു വെള്ളത്തിന്. നമ്മളവിടെ ചെന്നപ്പോഴത്തേക്കും മഴ ഏകദേശം പെയ്യാറായി എന്നുള്ള രീതിയിൽ നിൽക്കുമായിരുന്നു. പിന്നെ നിങ്ങളവിടെ അറ്റത്ത് കാണുന്നുണ്ടല്ലോ, അത് പുകയൊന്നുമല്ല കേട്ടോ, വെള്ളത്തിൻ്റെ ആ ഫോഴ്സിൽ തെറിക്കുന്ന വാട്ടർ പാർട്ടിക്കിൾസ് തന്നെയാണ് നിങ്ങൾക്ക് കാണുന്നത് കേട്ടോ. ശരിക്കും ഈ ഒരു വ്യൂ ഒന്ന് കുറച്ചും കൂടെ നീങ്ങി നമ്മൾ ആ ഇറങ്ങി വന്ന സ്ഥലത്തിൻ്റെ അവിടെ കൂടെ പോയി കഴിഞ്ഞാൽ വീണ്ടും ആ വാട്ടർഫാൾസ് വീഴുന്ന സ്ഥലത്തേക്ക് എത്താൻ പറ്റും. കുറച്ച് സ്ലിപ്പറിയാണ് റോഡൊക്കെ, അപ്പോൾ സൂക്ഷിച്ച് തന്നെ പോവുക. നല്ല ഗ്രിപ്പുള്ള ഷൂസൊക്കെ ഇട്ടിട്ട് പോവുക. ചെറിയൊരു വ്യൂ നമുക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് കിട്ടും. അതല്ലാണ്ട് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലൊരു വ്യൂ കിട്ടും. ആ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുകയോ മഞ്ഞോ കോടയൊന്നും അല്ല കേട്ടോ. ആ വെള്ളം വീഴുന്ന ആ ഫോഴ്സും ഉണ്ട്, ബാക്കിയുള്ള വാട്ടർ പാർട്ടിക്കിൾസ് ഇങ്ങോട്ട് തെറിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ താഴേന്ന് അവർ പറയുന്നുണ്ട് റെയിൻ കോട്ട് യൂസ് ചെയ്തിട്ട് പോകണം എന്നുള്ളത്. കാരണം ശരിക്കും കുളിച്ച പോലെയാണ് നമുക്ക് തിരിച്ച് കയറാൻ പറ്റുക അധികം നേരം അവിടെ നിന്ന് കഴിഞ്ഞാൽ. അത് പോരാത്തതിന് നമ്മൾ തിരിച്ചു പോരാൻ നേരം നല്ല രീതിയിൽ മഴ പെയ്തു. ആ വെള്ളത്തിൻ്റെ ഒഴുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ. ഇത് ഇങ്ങനൊരു വ്യൂ കിട്ടുന്നത് ആകെ ബ്ലറി ആയിട്ടാണ്. നമുക്കൊരു ഫോട്ടോ എടുക്കാൻ പോലും ഒരു പ്രോപ്പറായിട്ട് അങ്ങനെ ഒരു ക്ലിയർ വ്യൂ കിട്ടിയില്ല. കാരണം അവിടെ ഫുൾ വെള്ളം വീണുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. ഈ കാണുന്നത് ആക്ച്വലി മഴ പെയ്യുന്നതേ അല്ല, കുട പിടിച്ചും റെയിൻകോട്ട് ഇട്ടൊക്കെ ആൾക്കാർ പോകുന്നുണ്ട്. പക്ഷെ അവിടെ നിന്ന് വെള്ളം തെറിക്കുന്നത് തന്നെയാണ്. ഇത് വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. എപ്പോഴെങ്കിലും പറ്റുമ്പോൾ മഴ പെയ്യുന്ന സമയത്ത് ഇതൊന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്യണം. പിന്നെ അതിരപ്പള്ളി പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ സ്ഥിരമായിട്ട് പോകുന്നതാണ് മലക്കപ്പാറ വാൽപ്പാറ റൂട്ട്. ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ആ കാണുന്ന സംഭവം, അവിടെ കൊമ്പനും ഉണ്ടായിരുന്നു, വേറൊരു ഗ്രൂപ്പും ഉണ്ടായിരുന്നു. നമ്മൾ തിരിച്ച് വരുന്ന വഴിക്കാണ് ആക്ച്വലി ഇത് കണ്ടത്. നമ്മളിത് കാണാൻ പറ്റില്ല. ആ കാടിൻ്റെ സൈഡിൽ മൃഗങ്ങളൊന്നും അങ്ങനെ കാണില്ലായിരിക്കും, കാരണം കുറേ വണ്ടികൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളുടെ മുമ്പേ പോയ വണ്ടികൾ പറഞ്ഞു അവിടെ ആനയുണ്ട് കേട്ടോ എന്നിങ്ങനെ പറഞ്ഞു. പക്ഷെ നമ്മൾ നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. അങ്ങനെ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു കൂട്ടം അവിടെ കണ്ടു. അങ്ങനെ കുറച്ച് നേരം അതെല്ലാം കണ്ട് നിന്നു. അപ്പം ഇവിടേക്ക് വരുമ്പോഴാണെങ്കിലും കഴിവതും അനിമൽസിൻ്റെ അടുത്ത് ഇപ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ ആണെങ്കിൽ ഇറങ്ങാണ്ടൊക്കെ ഇരിക്കുക. ഞങ്ങൾ കുറച്ച് നേരം അവിടെ കുറച്ച് ദൂരെ നിർത്തിയിട്ടിട്ടാണ് കണ്ടത്. പിന്നെയും കുറേ വണ്ടികളൊക്കെ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വിട്ടു പോകാമെന്ന് വിചാരിച്ചു. ഓൾസോ മുമ്പിൽ നിൽക്കുന്ന ആൾ കുറച്ച് പെശകായിരുന്നു. ഇച്ചിരി മുമ്പോട്ട് വന്ന് നടന്ന് തുടങ്ങിയിരുന്നു. അപ്പം നമ്മൾ പിന്നെ അവിടെ അധികം നേരം സ്പെൻഡ് ചെയ്തില്ല, തിരിച്ചു പോകാമെന്ന് തന്നെ വിചാരിച്ചു. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ടൈം കിട്ടുകയാണെങ്കിൽ മൺസൂൺ ടൈമിൽ വിസിറ്റ് ചെയ്യേണ്ട ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് സ്പോട്ട്സാണ് അതിരപ്പള്ളി. പോയി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയൂ കേട്ടോ. പിന്നെ അവിടേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും റെയിൻകോട്ടും കുടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കയ്യിൽ കരുതുക. അതേപോലെ ടിക്കറ്റും പാസ്സൊക്കെ നേരത്തെ തന്നെ നമ്മൾ എടുക്കണം. പിന്നെ പാർക്കിങ്ങിനും ഏരിയ കുറച്ചധികം ദൂരെ ആയിരിക്കും ചിലപ്പോൾ പാർക്ക് ചെയ്യേണ്ടി വരിക. അപ്പം നേരത്തെ തന്നെ എത്തിയാൽ അത്രയും എളുപ്പത്തിൽ നമുക്ക് പാർക്കിങ്ങും കിട്ടും. അതിൻ്റെ കൂടെ നേരത്തെ കയറാനും പറ്റും, അധികം തിരക്കില്ലാതെ തന്നെ. വീക്കെൻഡ്സൊക്കെ വരികയാണെങ്കിൽ എന്തായാലും നല്ല തിരക്കുണ്ടാവാനാണ് ചാൻസ്. ഓക്കെ.
അത് കഴിഞ്ഞ് സ്ഥിരമായിട്ട് ആ വഴി വരുമ്പോഴുള്ളൊരു വ്യൂ പോയിൻ്റാണ് ചാർപ്പ ബ്രിഡ്ജ്. ചാർപ്പ വാട്ടർഫാൾസ് മാത്രമേ മുമ്പത്തെ കാലത്തൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷെ ഇങ്ങനൊരു ബ്രിഡ്ജും കൂടെ അവിടെ ഇപ്പോൾ പണിതിട്ടുണ്ട്. സോ ദാറ്റ് നമുക്കതിൻ്റെ മേലെ കയറിയിട്ട് ഈ ഒരു വ്യൂ കിട്ടും. ഇവിടെയും മൺസൂൺ ആയതുകൊണ്ട് നല്ല രീതിക്ക് വെള്ളം ഉണ്ടായിരുന്നു. അപ്പുറത്തെ സൈഡിൽ നിന്നാൽ അവിടുത്തെ അതിരപ്പള്ളി പോലെ തന്നെ മേത്തേക്ക് ഇങ്ങനെ വെള്ളം തെറിക്കും.